വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. നല്ല നിഷ്കളങ്കമായ മനസ്സുള്ളവരാണ്. അവർക്ക് ആരോടും വെറുപ്പില്ല, ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷം തീർക്കണമെന്ന ചിന്തയില്ല, ആരോടും പകരം ചെയ്യണമെന്ന ചിന്തയില്ല, അവനിക്ക് മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല. താഴ്മയോടെ ജീവിക്കുന്ന സാലിഹീങ്ങൾ അവർ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നവരാണ്. നിങ്ങൾ കണ്ടില്ലേ, ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ബദരീങ്ങൾ. ആ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരാണ് ബദർ യുദ്ധം ചെയ്ത മഹാന്മാർ. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ബദർ യുദ്ധം ചെയ്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയവർ. അറിയില്ലേ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് കാണാം. ലമ്മാ കാന യൗമ ബദ്രിൻ തഖദ്ദമ ഉത്ബത്ത് ഇബ്നു റബീഅ. ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന വിശ്വാസിയായ മനുഷ്യൻ ബദർ യുദ്ധത്തിൽ അതാ മുന്നിലേക്ക് ചാടി വരുന്നു. വത്തബിഅഹു ഇബ്നുഹു വഅഖൂഹു. ആ ഉത്ബത്ത് ഇബ്നു റബീഅയുടെ മകനും സഹോദരനും മുന്നിലേക്ക് ഇറങ്ങി വരികയാണ്. എന്തിന്? അല്ലാഹുവിന്റെ ദീനിനെതിരെ പോരാടാൻ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബദർ യുദ്ധം നടത്തിയിട്ടുണ്ട്, ആർക്കും തർക്കമില്ല. ഉഹദ് യുദ്ധം നടത്തിയിട്ടുണ്ട്, ആർക്കും തർക്കമില്ല. ഇസ്ലാം പല യുദ്ധവും ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്, അതിലാർക്കും തർക്കമില്ല. ഇടയ്ക്ക് ഞാൻ പറയാം, അത്തരം യുദ്ധങ്ങൾക്ക് വേണ്ടി ഖുർആനിൽ ഒരുപാട് സമ്മതം കൊടുത്തുകൊണ്ടുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. അത്തരം ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ പ്രവാദത്തിന്റെ മതമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില മുസ്ലിം നാമധാരികളുണ്ട്. അവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എപ്പോഴാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം യുദ്ധത്തിന് സമ്മതം കൊടുത്തത്? എപ്പോഴാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴാണ് യുദ്ധത്തിന് സമ്മതം കൊടുത്തത്? നമ്മൾ ആലോചിക്കണം, മനസ്സിലാക്കണം. എപ്പോഴാണ് ഇസ്ലാം ഇവിടെ യുദ്ധത്തിന് സമ്മതം കൊടുത്തത്? ഇസ്ലാം വിട്ടുവീഴ്ചയുടെ മതമാണ്. ഒരു അവിശ്വാസിയെയും അനാവശ്യം കൊല്ലണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം എപ്പോഴാണ് ബദർ യുദ്ധത്തിന് സമ്മതം കൊടുത്തത്? ഒരുപാട് കാലം പരിശുദ്ധ ദീനുൽ ഇസ്ലാം മക്കയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശ്രമിച്ചു. അതേ മക്കയിലെ അവിശ്വാസികൾ അനുവദിച്ചില്ല. ആ വിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും പ്രയാസപ്പെടുത്തി, അവരുടെ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി പ്രയാസപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ വല്ലാതെ വേദനിപ്പിച്ചു. കുടുംബത്തിന്റെ അടുക്കളയിൽ പോലും പോയപ്പോൾ അവിടുത്തെ കുടുംബങ്ങൾ പോലും കല്ലെറിഞ്ഞു. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം, ജിബ്രീലേ, അവരോടൊന്നും ചെയ്യണ്ട, പകരം അവരെ ഒന്നും ചെയ്യണ്ട. അവരിൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ എന്നാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഞാൻ അവരെ മേൽ ആ പർവ്വതം മറിച്ചിടട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് വരെ പറഞ്ഞു, ഇതല്ലേ ഇസ്ലാമിന്റെ കാരുണ്യം? ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. എന്നാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപനായ അല്ലാഹ് നിങ്ങൾക്കും കാരുണ്യം ചെയ്യുന്നവനാണ്. ആരാണോ വിശ്വസിച്ചത് അവർക്ക് കാരുണ്യം ചെയ്യണം എന്നല്ലല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്തോ. എന്നാലോ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്യും. ഭൂമിയിലുള്ള ഏത് മനുഷ്യനും ബുദ്ധിയുള്ളവനും ഇല്ലാത്തവനും നീതി ജീവിക്കും. നിങ്ങൾ കാരുണ്യം ചെയ്തോ, എന്നാൽ അന്ന് നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ വിശ്വാസി എന്ന് തരംതിരിച്ചിട്ടില്ല, ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യനെന്ന് പറഞ്ഞിട്ടില്ല, മൃഗമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചു, എല്ലാവരോടും കാരുണ്യം കാണിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നയം. ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ ഹദീസിലെ പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ കിടക്കും, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ
കടന്നു എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ നിലക്കാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നയം. എല്ലാവരോടും കാരുണ്യം. എപ്പോഴാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബദർ യുദ്ധത്തിന് പിന്നെ സമ്മതം കൊടുത്തത്? എപ്പോഴാണ് ഖാതിലൂ നിങ്ങൾ അവരെ കൊല്ലണം എന്ന് ഇസ്ലാം പറഞ്ഞത്? എപ്പോഴാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തേണ്ടത്. എപ്പോഴാണ് ഇസ്ലാം അവിശ്വാസികളോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞത്? ഖുർആനിൽ തന്നെ 70 ചില്ലാനം ആയത്ത്. എത്ര? 70 ചില്ലാനം ആയത്ത് ഖുർആനിൽ തന്നെ നിങ്ങളിപ്പോൾ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ക്ഷമിക്കണം എന്ന് ബദർ യുദ്ധത്തിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബത്തിനോടും ഖുർആൻ പറഞ്ഞത് 70 ചില്ലാനം സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ 80 ചില്ലാനം, 70ന്റെ മേലെയാണ്. യുദ്ധം ചെയ്യരുത്, അവരെ ആക്രമിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം 70 ചില്ലാനം ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാവരും നടന്നിട്ട് ഒരു സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. അതുകൊണ്ട് ഓർക്കുക അല്ലേ? 70 ചില്ലാനം ആയത്തിൽ യുദ്ധം ചെയ്യരുത്, ക്ഷമിക്കണം എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖുർആനിലൂടെ പഠിപ്പിച്ചത്. എന്നിട്ടും മക്കായിലെ മുശ്രിക്കീങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. മക്കയിൽ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. കാരുണ്യത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ കാരുണ്യത്തെ കുറിച്ചുണ്ടോ മുഅ്മിനെ പറഞ്ഞു തീർക്കാൻ കഴിയും? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് കാണാം. ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്ദിന്റെ ഒരു ഭാഗത്തേക്ക് എന്നെ ഒരു സുഹൃത്തിനെ അല്ലാഹുവിന്റെ റസൂൽ അയച്ചു. അല്ലാഹുവിന്റെ റസൂൽ അതേ എന്നെ അവിടത്തേക്ക് ഖലീലായി അയച്ചു. ഫജാഅതു ബിറജുലിൻ മിൻ ബനി ഹനീഫ, അവിടെ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നു. അയാളെ കുറിച്ച് സുമാമ എന്നാണ് പറയാറുള്ളത്. യമാമക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇസ്ലാമിന്റെ വിരോധികളാണ്. ആ യമാമക്കാരുടെ നേതാവാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർക്ക് യമാമക്കാരെ കുറിച്ചൊരു ഓർമ്മ ചിലപ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി തങ്ങളെ കുറിച്ചും അത്തരം മഹാന്മാരെ കുറിച്ചും അദ്ദേഹം മഖ്ദൂമിയ നഗരം സംഘടിപ്പിച്ചപ്പോ ചില ആളുകൾ ചില നഗരത്തിന് പേരിട്ടിരുന്നു യമാമ നഗരം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ യമാമക്കാരുടെ നേതാവാണ് ഉമാമത്ത് ബിൻ അസാലി. ആ ഉമാമത്ത് ബിൻ അസാലി എന്ന് പറയുന്ന മനുഷ്യനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹാബത്ത് അതാ പള്ളിയിലുള്ള ഒരു ചുമരിനോട് പിടിച്ചു കെട്ടി. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശത്രുവാണ്. ഇസ്ലാമിലെ പല ആളുകളെയും കൊന്നുകളഞ്ഞവന് സുമാമത്ത് ബിൻ അസാലിനെ പള്ളിയുടെ ഒരു തൂണോട് പിടിച്ചു കെട്ടി. ഫഖറജ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നു. മാലാ ഇൻദക യാ തുമാമ, എന്ത് പറയാനുണ്ട് തുമാമ നിനക്ക്? നിന്റെ അടുക്കൽ എന്താ നിനക്ക് പറയാനുള്ളത്? ഖാല ഇന്ദീ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇന്ദീ യാ മുഹമ്മദ് ഖൈർ, ഖൈറല്ലാതെ എനിക്ക് പറയാനില്ല. നിന്നോട് എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന്റെ ഭാഷയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമാമ പറയുന്നത് എന്താണ്? ഓ നബിയേ, അങ്ങ് വധിക്കുകയാണെങ്കിൽ വധിക്കാൻ പോകുന്നത് ആരെയാണ്? ഏതെങ്കിലും ചെറിയ നാട്ടിൽ ഏതെങ്കിലും മൂലയിൽ തിരിച്ചു പോകുന്ന ആളെയല്ല. ഉമാമ തന്നെ പറയാണ്, രക്തത്തിന്റെ തുടിപ്പ്
പിടിപ്പുള്ള ആളെയാണ് ഓ മുഹമ്മദേ നിങ്ങൾ കൊല്ലാൻ പോകുന്നത്. നിങ്ങൾ അനുഗ്രഹം ചെയ്യുകയാണോ കാരുണ്യം ചെയ്യുകയാണോ? നിങ്ങളോട് നന്ദി കാണിക്കുന്ന ആൾക്ക് തന്നെയാണ് നിങ്ങൾ അനുഗ്രഹം ചെയ്യുന്നത്. അങ്ങ് പണമാണോ ഉദ്ദേശിക്കുന്നത്? ചോദിച്ചോ തൊഴുത്തമിനുമാശീത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പണം ഞാൻ തന്നുകൊള്ളാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഒരു വാചകം കേട്ടപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ അനുഗ്രഹം ചെയ്താൽ അവരോട് നന്ദി കാണിക്കുന്നയാളാണ് ഇവിടെ കൊല്ലപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. നിങ്ങളോട് നിങ്ങൾ അനുഗ്രഹം ചെയ്താൽ, നിങ്ങൾ നന്മ ചെയ്താൽ, നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ തിരിച്ച് നന്മ ചെയ്യുന്ന ആള് നന്ദിയുള്ളയാളാണ് ഇവിടെ നിങ്ങൾ കെട്ടിയിട്ട സുമാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുമാമയുടെ മനസ്സിന് ചെറിയൊരു മാറ്റം തോന്നി. അല്ലാഹുവിന്റെ റസൂൽ ഫതറക്കഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ കാനൽ ഗദു, ദിവസം ആകുന്നത് വരെ അവനെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ തന്നെ വെച്ചു, ഒന്നില്ല. രണ്ടാമത്തെ ദിവസവും അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് സുമാമ നിനക്ക് പറയാനുള്ളത്? എന്താണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. നിങ്ങൾ എനിക്ക് അനുഗ്രഹം ചെയ്താൽ, എന്നോട് നന്മ ചെയ്താൽ, നിങ്ങൾ എനിക്ക് അനുഗ്രഹം ചെയ്താൽ ഞാൻ തിരിച്ച് നന്ദി ചെയ്യുന്നവനാണ്. ആദം, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളയാളെയാണ് നിങ്ങൾ കൊണ്ടുകളയുന്നത്. നബിയെ അങ്ങ് പണമാണോ ഉദ്ദേശിക്കുന്നത്? ചോദിച്ചോ, ഉദ്ദേശിക്കുന്നത് തരാം. നിങ്ങൾ അന്നും അദ്ദേഹത്തെ വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും വന്ന് ചോദിച്ചു, അതേ ഇവിടെ തന്നെയാണ്. ചോദിച്ച മുഹമ്മദേ തരാം, ഉദ്ദേശിക്കുന്ന സമ്പത്ത് വേണമെങ്കിൽ തരാം. കൊല്ലാൻ അർഹതപ്പെട്ടയാളെ തന്നെയാണ് കൊല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമാമയെ വെറുതെ വിടണേ. എത്രയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അപകടം സൃഷ്ടിച്ചത്. പക്ഷേ അവിടെ നിന്ന് ചെറിയൊരു നല്ല വാചകം പറഞ്ഞപ്പോ അവനോട് കാരുണ്യം കാണിച്ചു കൊടുക്കുകയാണ്. അവനിക്ക് നന്മയിലേക്ക് തിരിയാനുള്ളൊരു ചെറിയ വഴി കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴി തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ പള്ളിയോടടുത്ത സ്ഥലത്ത് തന്നെ ഉടനെ തന്നെ സുമാമ പോയിട്ട് ഭക്തനെ കുളിച്ച് തുമ്മതകളൽ മസ്ജിദ, പിന്നെ പള്ളിയിലേക്ക് കടന്നു വന്നു. തങ്ങൾ വിശ്വസിക്കുകയാണ്. മുഹമ്മദേ, ഇന്നലെ വരെ ഈ മുഖത്തെക്കാൾ വെറുപ്പുള്ളൊരു മുഖം എനിക്ക് ലോകത്തുണ്ടായിരുന്നില്ല. നബിയെ, അങ്ങയുടെ മുഖത്തെക്കാൾ വെറുപ്പുള്ളൊരു മുഖം അല്ലാഹുവിന്റെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ് നബിയേ. ഓ നബിയെ, അങ്ങയുടെ ദീനിനേക്കാൾ വെറുപ്പുണ്ടായിരുന്നൊരു ദീൻ ലോകത്തെനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ദിവസം നേരം വെളുത്തതിന്റെ ശേഷം അങ്ങയുടെ ദീനിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു ദീനില്ല. അങ്ങയുടെ ദീനിനേക്കാൾ എനിക്ക് താല്പര്യമുള്ള മറ്റൊരു ദീനില്ല. നിങ്ങളുടെ നാടിനേക്കാൾ വെറുപ്പുള്ള, മദീനയേക്കാൾ വെറുപ്പുള്ളൊരു നാട് എനിക്ക് വേറെയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം മുതൽ എനിക്ക് മദീനയേക്കാൾ സ്നേഹമുള്ളൊരു വീട്, സ്നേഹമുള്ളൊരു നാട് എനിക്ക് ലോകത്ത് വേറെയില്ല. ഉമാമയോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ മനസ്സ് കാണിച്ചപ്പോൾ കാരുണ്യം കണ്ടിട്ടതാ ഉമാമത്ത് ഇബ്നു അസാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഹിബ്ബായി മാറി. ഇതല്ലേ ഇസ്ലാമിന്റെ ചരിത്രം. ഏത് ശത്രുവിനോടും കാരുണ്യം കാണിച്ച് ഇസ്ലാം
ആകർഷണീയമായതല്ലേ ഇസ്ലാമിന്റെ ചരിത്രം. എത്ര വലിയ ശത്രുവിനും വിട്ടുവീഴ്ച ചെയ്ത് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇസ്ലാമിന്റെ നയം. എന്നിട്ട് ചില ആളുകൾ പറയുന്നതോ ഇസ്ലാം യുദ്ധം കൊണ്ട് കൽപ്പിച്ച മതമാണ്, തീവ്രവാദത്തിന്റെ മതമാണ്. എപ്പോഴാണ് മുസ്ലിമെ പരിശുദ്ധ ദീനിൽ ഇസ്ലാം ബദർ യുദ്ധത്തിന്റെ സമ്മതം കൊടുത്തത്? സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് പോയി. മദീനയിൽ ജീവിക്കുമ്പോഴും സഹാബത്തുൽ കിറാമിനെയും സഹാബത്തിന്റെ സമ്പത്തിനെയും സഹാബത്തിന്റെ കുടുംബത്തിനെയും മക്കയിൽ ജീവിക്കാൻ അവരനുവദിച്ചില്ല. വല്ലാതെ പ്രയാസപ്പെടുത്തിപ്പോയി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് സഹാബിയാണ്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു കാലത്തെ കഠിന വിരോധിയാണ് അബൂ സുഫിയാൻ. ആ കാലഘട്ടത്തിൽ സഹാബത്തിന്റെയും അതുപോലെ സഹാബത്തിന്റെ കുടുംബത്തിന്റെയും സമ്പത്ത് കവർന്നെടുത്ത് പോകുമ്പോ ആ സമ്പത്ത് തടുക്കാനാണ് മദീനയിൽ നിന്ന് വഴിയിലേക്ക് പുറപ്പെടുന്നത്. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. വഴിയിലേക്ക് പുറപ്പെടുന്നത് വഴിയിൽ വെച്ച് അബൂ സുഫിയാനിനെയും പതേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാനിനെയും കൂട്ടരെയും പിടിക്കാൻ പുറപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോൾ അബൂ സുഫിയാനും കൂട്ടരും വഴിമുടങ്ങിപ്പോയി. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ സമ്പത്ത് കവർന്നെടുത്ത് അബൂ സുഫിയാനും കൂട്ടരും പോകുന്നുണ്ടെന്ന വിവരം സഹാബത്തിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ ആ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു പുറപ്പെട്ടത്. ഇതറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ നല്ല കുലത്രജ്ഞാനിയാണ്, നല്ല തന്ത്രമുള്ള ആളാണ് അബൂ സുഫിയാൻ. അവിടുന്ന് തടിയെടുത്തു. വേറെ റൂട്ടിലൂടെ അബൂ സുഫിയാൻ തിരിച്ചുപോയി. അതിലേക്ക് ചാരപ്പണിയെടുത്ത ആളുകളെ കുറിച്ചൊക്കെ പറയാമെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു. മറ്റൊരു വഴിയിൽ രക്ഷപ്പെട്ടു. പക്ഷേ സഹാബത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ സുഫിയാനെ തടുക്കാൻ വരുന്ന വിവരം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ബാക്കിയെല്ലാം സ്നേഹാണോ? അബൂ ജഹലിന്റെ പരിചയം അല്ലേ? നിങ്ങളൊക്കെ ഇവിടെ ചോറ് വിതരണം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതിലാണോ ഉള്ളത്? ഇവിടെ അല്ലേ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ആ അബൂ ജഹലും കിങ്കരന്മാരും കൂട്ടാളികളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അബൂ സുഫിയാനെയും പാർട്ടിയും തടുക്കാൻ വരുന്ന വിവരമറിഞ്ഞപ്പോൾ വലിയ കച്ചവട സംഘവുമായി, വലിയ തീവ്രവാദി സംഘവുമായി അബൂ ജഹലും പാർട്ടിയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ പുറപ്പെട്ടു. പക്ഷേ അബൂ സുഫിയാന് തിരിച്ചുപോയ വിവരം അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പറഞ്ഞപ്പോൾ അവരെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷേ അബൂ ജഹലും പാർട്ടിയും അതിനനുവദിച്ചില്ല. അബൂ ജഹലും പാർട്ടിയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യണമെന്ന കിബറിന്റെ ചിന്തയായിരുന്നു. ആ നിലയ്ക്ക് സഹാബത്തിനെ ആക്രമിച്ചപ്പോഴാണ് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അവസരം കൊടുത്തില്ല. സ്വന്തം നാട്ടിൽ അതേ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ നാട് വിട്ടുപോയി. മറ്റൊരു നാട്ടിൽ ജീവിക്കുന്ന സമയത്തും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയപ്പോഴാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബദർ യുദ്ധത്തിന് സമ്മതം കൊടുത്തത്. അല്ലാതെ ഒരൊറ്റ ദിവസം കാണുന്ന മുശ്രിക്കീങ്ങളെയൊക്കെ കൊന്നുകളയണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ജിഹാദ് നടത്തിയിട്ട് കാണുന്നവരെയൊക്കെ കൊന്നുകളയണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം അതേ സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം ശാന്തിയുടെ മതമാണ്. ഇസ്ലാം സമാധാനം പഠിപ്പിച്ച മതമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം പറയട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉത്ബയും അതുപോലെ അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ സഹോദരനും പറഞ്ഞു അതേ ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഞങ്ങളോട് നേരിടാനുള്ളത്? അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ടൊരു സഹാബി ചാടിയെഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളോട് നേരിടാൻ തയ്യാറാണ്. അൻസാരികളെ കൂട്ടത്തിൽപ്പെട്ടൊരു സഹാബി
സഹാബി ഇറങ്ങി. അവിടത്തേക്ക് മടി തോന്നിയില്ല. കാരണം പകരം കിട്ടാൻ പോകുന്നത് സ്വർഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പണക്കാരനോട് ചോദിച്ചത് 1,00,000 സ്വർണ്ണ നാണയം തന്നാൽ ആ സ്വർഗത്തിൽ പകരം വീട് തരാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ചെറിയ ജിഹാദ് ചെയ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജിഹാദ് ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. ഇതാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എഴുന്നേറ്റ് നിന്ന് ഉത്ബയോട് പറഞ്ഞു, ഞാൻ എന്നോട് നേരിടാൻ തയ്യാറാണ്. ആരും പറയാതെ തന്നെ ചാടിയെഴുന്നേൽക്കുകയാണ്. കാരണം പകരം സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ്. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോൾ അൻസാരിക്ക് യുദ്ധത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ ആരും പറയാതെ തന്നെ ഞാൻ തയ്യാറാണെന്ന് പറയാൻ അൻസാരിക്ക് തലേ പ്രയാസം തോന്നിയില്ല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അതേ കൊട്ടാരം പണിതു തരാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഗ്യാരണ്ടി പേപ്പർ എഴുതി തരണം എന്നാണ് പറഞ്ഞത്. പേനയും കടലാസും വാങ്ങി എഴുതിയിട്ടത് കൊടുത്തു. ഇതെന്റെ ജാമ്യമാണ്, നിങ്ങൾക്ക് പകരം സ്വർഗത്തിൽ വീട് തരും. 1,00,000 സ്വർണ്ണ നാണയം തന്നാൽ നാളെ സ്വർഗത്തിൽ വീട് തരും. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തു. ഈ മുതലാളി കത്ത് വാങ്ങി വെച്ചു. ബഹുമാനപ്പെട്ടവർ പൈസ വാങ്ങി തിരിച്ചുപോയി. 1,00,000 സ്വർണ്ണ നാണയം മുഴുവനും ആ ദിവസം തന്നെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. ഒരു നയാകാശ് കീശയിലിട്ടില്ല. ഒരു നയാകാശ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിയില്ല. 1,00,000 സ്വർണ്ണ നാണയം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അവനെ ഒരു ദിവസം മിഹ്റാബിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് മിഹ്റാബിലിരിക്കുമ്പോ അതാ ഒരു കടലാസ് വന്ന് വീഴുന്നു. കടലാസ് എടുത്ത് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ കൂടെ വരണം. കയ്യും പിടിച്ചന്ന് പോയ പണക്കാരന്റെ വീട്ടിലേക്കാണ് കയറി പോകുന്നത്. വലിയ സംഭവമാണ്. അവിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആരൊക്കെയോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കയറിയിട്ട് ചോദിച്ചു, മരിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. മറമാടിയോ? മറമാടി കഴിഞ്ഞു. ഇന്നലെ തന്നെ മറമാടിയിട്ടുണ്ട്. ആരാണ് പരിചരണം നടത്തിയത്? ആരാണ് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തത്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനാണെല്ലാം ചെയ്തു കൊടുത്തത്. വല്ല വിശേഷവും നിനക്ക് പറയാനുണ്ടോ? ഒരു വിശേഷവുമില്ല എനിക്ക് പറയാൻ. പക്ഷേ മരിക്കാൻ പോകുന്നതിന്റെ അല്പം മുമ്പ് എന്നെ അടുത്തേക്ക് വിളിച്ച് എന്റെ കയ്യിലേക്ക് ഒരു കടലാസ് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് കഫൻ തുണിയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെക്കണം. ഈ കടലാസ് കഫൻ തുണിയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെക്കണം. ഞാനത് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ കീശയിലേക്ക് കൈയിട്ടു. നേരത്തെ മിഹ്റാബിൽ വന്ന് വീണ കടലാസ് എടുത്ത് കാണിച്ചു. ചോദിച്ചു, മോനെ, ഈ കടലാസും ആ കടലാസും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഈ മനുഷ്യൻ കടലാസ് കണ്ടപ്പോ കരയാൻ തുടങ്ങി. എവിടെന്നാണ് മാലിക് ബിൻ ദീനാർ തങ്ങളെ നിങ്ങൾക്ക് ഈ കടലാസ് കിട്ടിയത്? എന്താണ് ഈ കടലാസിലുള്ളത്? അതേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക് വീട് തരാമെന്നതിന് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നിട്ടുണ്ട്, എനിക്ക് ഗ്യാരണ്ടി എഴുതി തന്നിട്ടുണ്ട്. ഓ മാലിക് ബിൻ ദീനാർ തങ്ങളെ, എനിക്ക് നിങ്ങൾ സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ വീട് എനിക്ക് കിട്ടിപ്പോയി. അതിലും വലുതെനിക്ക് എന്റെ രാജാവായ റബ്ബ് തന്നുപോയി. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഈ കടലാസ് കാണിച്ചപ്പോ കൂട്ടത്തിൽ നിന്നൊരു വലിയ പണക്കാരൻ പറയുന്നു, എന്റെ കയ്യിൽ നിന്നൊരു 2,00,000 സ്വർണ്ണ നാണയം സ്വീകരിക്കുമോ? എനിക്കും പകരം സ്വർഗത്തിൽ ഒരു വീട് പണിഞ്ഞു തരാമോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി,
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി മോനെ, അത് കിട്ടേണ്ടവർക്ക് കിട്ടിപ്പോയി. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തന്നെ ചോദിക്കാതെ 2 ലക്ഷം അങ്ങോട്ടേക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് മടി തോന്നിയില്ല. കാരണം സ്വർഗം കിട്ടുമെന്ന ഉറപ്പാണ്. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോ പകരം കിട്ടണമെന്ന ചിന്തയില്ല. സ്വർഗം കിട്ടുമെന്ന ഉറപ്പ് കിട്ടിയപ്പോ ഇങ്ങോട്ട് ചോദിക്കണം എന്നത് പണക്കാരന് തോന്നിയില്ല.